ഞാൻ ഡോക്ടർ നസീഫ്. സാധാരണ കുട്ടികളിലും അപൂർവമായി മുതിർന്നവരിലും ഉണ്ടാകുന്ന നാഡീവ്യൂഹ വികസനവുമായി ബന്ധപ്പെട്ട ഒരു തകരാറാണ് ADHD എന്ന് പറയുന്നത്. ഒരു കാര്യത്തിലും ശ്രദ്ധ പതിപ്പിക്കാതെ വരുന്ന ഇൻഅറ്റൻഷൻ, ഒരു കാര്യത്തിലും ക്ഷമയില്ലാതെ എടുത്തുചാടി ഓരോന്ന് ചെയ്യുന്ന ഇമ്പൾസിവിറ്റി, ഒരിക്കലും അടങ്ങിയിരിക്കാതെ ഓടി നടക്കുന്ന ഹൈപ്പർ ആക്ടിവിറ്റി എന്നിവയാണ് ADHDയുടെ 3 പ്രധാന കാര്യങ്ങൾ. ADHD എങ്ങനെ തിരിച്ചറിയാമെന്ന് നോക്കാം. രോഗലക്ഷണങ്ങളെ അമിത വികൃതി, ശ്രദ്ധക്കുറവ്, എടുത്തുചാട്ടം എന്നിങ്ങനെ 3ആയി തരംതിരിക്കാവുന്നതാണ്. അമിത വികൃതി: ക്ലാസ്സിലും വീട്ടിലും അധിക നേരം തുടർച്ചയായി ഇരിക്കാൻ കഴിയാതെ ഓടി നടക്കുക, എപ്പോഴും അസ്വസ്ഥനായിരിക്കുക, തുടർച്ചയായും അലക്ഷ്യ സ്വഭാവമുള്ളതുമായ ശരീര ചലനങ്ങൾ, അമിത വേഗത്തിലുള്ള സംസാരം, പ്രവൃത്തി, വളരെ ഉയരത്തിൽ നിന്ന് താഴേക്ക് ചാടുക, അപകടകരമായ കളികളിൽ ഏർപ്പെടുക, വേഗത്തിൽ മരം കയറുക, എപ്പോഴും ബഹള സ്വഭാവം കാട്ടുക തുടങ്ങിയ ലക്ഷണങ്ങളാണ് കണ്ടുവരുന്നത്. ഇനി ശ്രദ്ധക്കുറവിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ തുടർച്ചയായി ശ്രദ്ധ ആവശ്യമുള്ള ജോലികളിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുക, സ്വന്തമായി ആസൂത്രണം ചെയ്ത് ജോലി ചെയ്യാൻ കഴിയാതിരിക്കുക, പേന, പെൻസിൽ, പുസ്തകം ഇവ സ്ഥിരമായി നഷ്ടപ്പെടുത്തുക, പാഠ്യവിഷയങ്ങൾ വേഗം മറന്നുപോകുക, രക്ഷിതാക്കളും അധ്യാപകരും നൽകുന്ന നിർദ്ദേശങ്ങൾ ശ്രദ്ധിക്കാതിരിക്കുക, ജോലികൾ പൂർത്തിയാക്കാതെ പകുതി വഴിയിൽ ഉപേക്ഷിക്കുക, തുടർ ശ്രദ്ധ ആവശ്യമുള്ള പാഠങ്ങൾ പഠിക്കുന്നതും കളികളും ഒഴിവാക്കുക, ചെറിയ ശബ്ദം കേൾക്കുമ്പോൾ പോലും പഠനത്തിൽ നിന്ന് ശ്രദ്ധ മാറുക, മറവി കൂടുക. ഇവയൊക്കെയാണ് ശ്രദ്ധക്കുറവ് ഉള്ളവരിൽ കണ്ടുവരുന്നത്. ഇനി എടുത്തുചാട്ടം, ഇമ്പൾസിവിറ്റിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ചോദ്യം കേട്ട് തീരുന്നു മുന്നേ മറുപടി പറയുക, ക്യൂവിലും മറ്റും കാത്തു നിൽക്കാൻ കഴിയാതെ വരിക, മറ്റുള്ളവരെ സംസാരിക്കാൻ അനുവദിക്കാതെ ഇടയ്ക്ക് കയറി പറഞ്ഞുകൊണ്ടിരിക്കുക, ആവശ്യപ്പെട്ടത് ഉടൻ സാധിക്കാതെ വരുമ്പോൾ ദേഷ്യപ്പെട്ട് സാധനം വലിച്ചെറിയുക, കാത്തു നിൽക്കാൻ ക്ഷമയില്ലാതെ റോഡ് മുറിച്ച് കടക്കുമ്പോൾ ഓടുക തുടങ്ങിയ ലക്ഷണങ്ങൾ കണ്ടുവരുന്നത്. ഇത്തരം കുട്ടികളിൽ ടിവിക്ക് മുന്നിൽ കാർട്ടൂൺ കണ്ടും മൊബൈൽ ഗെയിം കളിച്ചും കമ്പ്യൂട്ടറിൽ ചിത്രങ്ങൾ കണ്ടും ദീർഘനേരം ഇരുന്നത് വരാം. നിരന്തര ശ്രദ്ധ ആവശ്യമില്ലാതെ പ്രവൃത്തികളായതുകൊണ്ടാണ് ഇവർ ഇത് ഇഷ്ടപ്പെടുന്നത്. ADHD വരാനുള്ള കാരണങ്ങൾ ഇന്നും അവ്യക്തമാണെങ്കിൽ കൂടി നമ്മുടെ ജനിതകത്തിന് ഇതിന് മുഖ്യ പങ്കുണ്ടെന്ന് കരുതപ്പെടുന്നു. ജനിതകപരമായ ഘടകങ്ങൾക്ക് പുറമെ തലച്ചോറിന് വരുന്ന പരുക്കുകൾ, ഗർഭാവസ്ഥയിലോ കുട്ടികളായിരിക്കുമ്പോഴോ ലെഡ് പോലുള്ള വിഷവസ്തുക്കളുമായുള്ള സമ്പർക്കം, പാരിസ്ഥിതിക കാരണങ്ങൾ, മാസം തികയാതെയുള്ള പ്രസവം, ജനന സമയത്ത് കുറഞ്ഞ ഭാരം എന്നിവയും ADHD സാധ്യത വർദ്ധിപ്പിക്കുന്നു. ഗർഭിണിയായിരിക്കുമ്പോൾ അമ്മ പുകയിലും മദ്യം ഉപയോഗിക്കുന്നത് പ്രസവിക്കുന്ന കുട്ടികൾക്ക് ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാക്കാമെന്ന് പഠനങ്ങൾ പറയുന്നുണ്ട്. ഇനി ADHD കുട്ടികൾക്ക് ഉണ്ടോ എന്ന് എങ്ങനെ രോഗനിർണയം നടത്താമെന്ന് നോക്കാം. ശ്രദ്ധക്കുറവുള്ള ADHD, അമിത വികൃതിയുള്ള ADHD, എടുത്തുചാട്ടമുള്ള ADHD ഇങ്ങനെ 3 ഗ്രൂപ്പ് ലക്ഷണങ്ങളും ചേർന്ന് ADHD 3ആയി തരംതിരിക്കാവുന്നതാണ്. സാമൂഹിക സാഹചര്യങ്ങൾ, വീട്, സ്കൂൾ, കളിസ്ഥലം തുടങ്ങിയവയിൽ ഏതെങ്കിലും രണ്ടിടത്തെങ്കിലും മേൽപ്പറഞ്ഞ ലക്ഷണങ്ങളോടെ പെരുമാറ്റ വൈകല്യം തുടർച്ചയായി ഒരു 6 മാസക്കാലമെങ്കിലും പ്രകടമാകുന്നുവെങ്കിൽ ADHD ഉണ്ട് എന്ന് സംശയിക്കേണ്ടതാണ്. കുട്ടികളിൽ ഉണ്ടാകുന്ന കാഴ്ച, കേൾവി പ്രശ്നങ്ങൾ, ചിലയിനം അപസ്മാര പഠന വൈകല്യങ്ങൾ, പീഡനങ്ങൾക്കിരയായ കുട്ടികൾ തുടങ്ങിയവയിലും ADHD സമാനമായ ലക്ഷണങ്ങൾ കണ്ടുവരാറുണ്ട്. ഇങ്ങനെ ഉണ്ടാവാൻ പാരമ്പര്യ ഘടകവും തലച്ചോറിലെ തകരാറുകളും തലച്ചോറിലെ കോശങ്ങൾക്കിടയിൽ ആശയവിനിമയം സാധ്യമാക്കുന്ന രാസവസ്തുക്കളുടെ ഏറ്റക്കുറച്ചിൽ മൂലവും, തലക്കേൽക്കുന്ന പരിക്കുകൾ, ഗർഭകാലത്തെ പോഷകക്കുറവ്, അനാരോഗ്യം, പുകവലി, മദ്യപാനം തുടങ്ങിയ പ്രശ്നങ്ങൾ ഇവയെല്ലാം ADHDക്ക് കാരണമാകാറുണ്ട്. അതുപോലെ തന്നെ മാതാപിതാക്കൾ തമ്മിലുള്ള അടുപ്പക്കുറവ്, വഴക്ക്, രക്ഷിതാക്കളിൽ നിന്നുള്ള ഗാർഹിക പീഡനം, അച്ചടക്കമില്ലാതെ വളർത്തുന്ന കുട്ടികൾ ഇവരിലും അമിത വികൃതിയും ശ്രദ്ധക്കുറവും കൂടുതലായിരിക്കാൻ സാധ്യത വളരെ കൂടുതലാണ്. കുട്ടികൾ വളരുന്ന സാഹചര്യങ്ങൾക്കും പ്രധാന പങ്കുണ്ട്. മദ്യപാനം, അക്രമവാസന ഇവയുള്ള സാഹചര്യങ്ങളിൽ വളരുന്ന കുട്ടികളിൽ അമിത വികൃതിയും ശ്രദ്ധക്കുറവും ഉണ്ടാകാറുണ്ട്. ഇനി ഇത്തരം പ്രശ്നങ്ങളുള്ള കുട്ടികൾക്ക് ബിഹേവിയർ തെറാപ്പി വഴിയും മെഡിസിൻ നൽകുന്നതിലൂടെയും പൂർണ്ണമായിട്ടും ഈ രോഗത്തെ മാറ്റിയെടുക്കാവുന്നതാണ്.